ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ഒരു എളുപ്പത്തിലൊരു സ്പെഷ്യൽ ഉഴുന്നുവട ഉണ്ടാക്കാട്ടോ. എളുപ്പത്തിലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും പറയുന്നുണ്ട് ഷേപ്പ് ശരിയായിട്ട് ഉണ്ടാക്കാൻ കിട്ടുന്നില്ല. ഷേപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ ഉഴുന്നുവട ഷേപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് പല വിധത്തിലും ഉഴുന്നുവട അതേ ടേസ്റ്റിന് ഒരു പൊടി ഇടാണ്ട് അരിപ്പൊടിയും ചിലർ അവിൽ പൊടിച്ച് ചേർക്കും. ഈ അവിൽ അരിപ്പൊടി റവ അതൊക്കെ ചേർത്താൽ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മാവ് ലൂസായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ മാവ് ഇപ്പോൾ ലൂസൊന്നും ആയിട്ടില്ല, ഞാൻ വെറും മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, കാണിക്കട്ടെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു വടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുമാതിരി ട്രൈ ചെയ്യണം കേട്ടോ. ഒന്നും ഒരു വിഷമമില്ല. അപ്പോൾ ഓക്കെ, ബൈ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉഴുന്ന് നല്ല അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അരച്ച് വെച്ചിട്ടുണ്ട്, ഒരു അരമണിക്കൂർ നേരം. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് ടേസ്റ്റ് കിട്ടാനുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ വേറെ ഒരു പൊടി ഇതിൽ ചേർക്കരുത്. ഷേപ്പ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുമാതിരി ഒരു കുഴിയുരുളിയിൽ ഒഴിക്കുക. എന്നിട്ട് അത് ഒരു ഭാഗം മൊരിയുമ്പോൾ ഇങ്ങനെ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണയിലേക്ക് മറ്റേ ഭാഗം തിരിച്ചിടുക, കോരിയിടുക. അപ്പോൾ രണ്ടും പാത്രത്തിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയും കഴിയും. നല്ല ക്രിസ്പി ആയിട്ട് ഉഴുന്നുവട ഉണ്ടാവും ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ഷേപ്പ് ഉഴുന്നുവട ഷേപ്പ് ആരെ കണ്ടുപിടിച്ചത് അങ്ങനെ തന്നെ ഷേപ്പിൽ വേണമെന്ന് ഒരു നിയമവും ഇല്ല കേട്ടോ, അങ്ങനെ ഷേപ്പിൽ ഉഴുന്നുവട കഴിക്കണം. പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും പാടില്ല. ടേസ്റ്റ് നല്ല ഉഴുന്നുവടയുടെ അതേ ഒരു പൊടിയും ചേർക്കാത്ത ടേസ്റ്റ് ഉണ്ടാവണം. ഞാൻ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇത് വെള്ളമായിപ്പോയി, ഉഴുന്ന് വെള്ളമായിപ്പോയി, ലൂസായിപ്പോയി. അപ്പോൾ അതിൽ കുറച്ച് അരിപ്പൊടി ചേർക്കുക, ടിപ്സ് കൊടുക്കണം കേട്ടോ. അരിപ്പൊടി ഇടുക, മൈദ ചേർക്കുക, റവ ചേർക്കുക, അവിൽ പൊടിച്ച് ചേർക്കുക. ഇതൊക്കെ ചേർത്താൽ ഈ ഉഴുന്നുവടയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഒറിജിനൽ ഉഴുന്നുവട ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക്, ക്രഷ് ചെയ്ത കുരുമുളക്, കുറച്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം, ഇത് മാത്രം ഇട്ടിട്ട് വേണം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ. ടേസ്റ്റിന് വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ, ഇത് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ എനിക്കിത് ഉഴുന്നുവട വരൂട്ട് ഉണ്ടാക്കിയ, പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കണില്ല. ഇത് ഞാൻ വെള്ളം ചേർക്കാണ്ട് അരച്ച് വെച്ചതാണ്. ഇത് നല്ല ഉഴുന്നുവട കയ്യിൽ തട്ടിയേ വരും, വെള്ളം തൊട്ട് തട്ടിയേ വരും. പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുഴിയുരുളിയിൽ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന്. സ്റ്റാർട്ടിങ് ആദ്യമുള്ളവർക്ക് ഫസ്റ്റ് ചെയ്യുന്നവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ ചേർക്കാം. നമുക്കിത് ഈ ഉപ്പുണ്ടല്ലോ ഇതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലിടാം. അപ്പം നമുക്കത് ഈവണായിട്ട് എല്ലായിടത്തും ഉപ്പ് വരും. അല്ലെങ്കിൽ അങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലതവിടെ എത്ര അങ്ങോട്ട് മിക്സ് ചെയ്താലും അങ്ങോട്ട് ഉപ്പ് അങ്ങോട്ട് ശരിക്കും പിടിക്കില്ല. അപ്പം നമ്മളിതിങ്ങനെ എല്ലാ കൂട്ടം എടുത്ത് വെച്ചിട്ട് ഇതെങ്ങോട്ടാണ് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തിരുമ്പണവർക്ക് കൈ കൊണ്ട് തിരുമ്പാട്ടാ. ഞാനിപ്പോൾ കൈ കൊണ്ട് പറ്റില്ലല്ലോ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് എടുക്കണില്ല. അപ്പോൾ ഞാൻ ഇത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിലിട്ടിട്ട് ഇനി ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, സബോള ഒരു വിധത്തിലും ചേർക്കരുത്, ഉള്ളി തന്നെ ചേർക്കണം. ടേസ്റ്റിന് ഉള്ളി തന്നെ ചേർക്കണം. ഇഞ്ചി നിറയെ ചേർക്കണം. പച്ചമുളക്, കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക്, കറിവേപ്പില, മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല, മല്ലിയില ചേർക്കാം. പക്ഷേ ഈ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഈ സാധനങ്ങൾ മുഴുവൻ ഇട്ട് ചേർത്താലാണ് ഉഴുന്നുവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഉഴുന്നുവട ലൂസായി, ഉഴുന്നരയ്ക്കുമ്പോൾ ലൂസായി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വേറെ എന്താ പൊടി നിങ്ങൾ ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഉഴുന്നുവടയുടെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കുക. ഇപ്പം ഞാനിതിവിടെ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കയ്യിലെടുത്തിട്ടാൽ നല്ല ഉഴുന്നുവട വരും. പക്ഷേ ഞാനിത് ഉഴുന്നുവടയായിട്ട് ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ. എളുപ്പമാണത്. എല്ലാ ബാച്ചിലേഴ്സിനും സ്റ്റാർട്ടിങ് കുക്കിംഗ് ചെയ്യുന്ന ചെറിയ പിള്ളേർക്കും ബിഗിനേഴ്സിനും ഒക്കെ അത് ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുമാതിരി ചെയ്ത് നോക്ക്. ഉഴുന്നുവട ഷേപ്പിൽ കഴിക്കണം എന്ന് ഒരു നിയമവും. ടേസ്റ്റിന് നിയമം, ടേസ്റ്റ് അത് അത്രയും ഉണ്ടായിരിക്കണം നിയമമുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം.
ഞാനത് ഒഴിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ഒഴിക്കാം. ഒരു ഭാഗം മൊരിയുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് എടുത്തിടാം കേട്ടോ. കുഴിയില്ല എന്നുള്ള കേട്ടോ. കുഴി വേണമെന്നൊരു നിയമമില്ല. ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തിട്ട ഒരു എണ്ണയും കുടിക്കില്ല കേട്ടോ. എണ്ണ കുടിക്കാണ്ടിരിക്കാനാണ് ആൾക്കാർ കുഴി ഉണ്ടാക്കണത്. ഇതിലൊന്നും കുഴി ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കാൻ അറിയണവർക്ക് ഇതുമാതിരി ഉണ്ടാക്കിയോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ കയ്യിൽ തട്ടിയിട്ട് ഉഴുന്നോടെ. ഞാനിത് പറയണത് എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ്. ഉണ്ടാക്കാൻ അറിയാം. ഉഴുന്നോട കയ്യിൽ ഓട്ടയായിട്ട് ഉഴുന്നോട ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയണേ. ഉണ്ടാക്കാൻ അറിയണവരുണ്ടാക്കിക്കോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഓട്ടയായിട്ട് തന്നെ ഉണ്ടാക്കാറ്. എനിക്കിത് സ്പെഷ്യലായിട്ട് ഇതൊന്നുമില്ല, ഞാൻ എപ്പോഴും ഉണ്ടാക്കണതാണ്. പക്ഷേ ഞാനിത് പറയണത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടും, പിന്നെ ഞാനെപ്പോഴും എളുപ്പത്തിലുള്ള കുക്കിംഗ് ആണല്ലോ ചെയ്യാറ്. അതുകൊണ്ട് ഇപ്പോൾ ഓട്ട വേണം നിയമമുള്ളവർ ഇപ്പോൾ വേണമെങ്കിൽ നടുവിലൊരു ഓട്ടയിട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് മൊരിയുമ്പോൾ നമ്മളിവിടെ എണ്ണ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് എടുത്തിട്ടാൽ മതി. ഇതിൽ തന്നെ തിരിച്ചിടണം നിയമമില്ല. അപ്പോൾ ബാക്കി ഹാഫ് പോർഷൻ അതിൽ കിടന്ന് വേവും. നമുക്ക് ഇതിൽ വേറെ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മുടെ പണി വേഗം കഴിയുകയും ചെയ്യും. മനസ്സിലായേ? അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാനൊക്കെ എളുപ്പത്തിൽ എല്ലാ പണികളും ചെയ്യുന്നത്. എനിക്ക് വയ്യാത്ത കൊണ്ട് അടുക്കളയിൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് തലച്ചിറ്റിൽ വരും. ഇപ്പം നമുക്കിതെടുത്തിട്ട് മറ്റേ ഇപ്പുറത്തുള്ള ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എടുക്കാം. കണ്ട ഇത്രയ്ക്കുള്ള ഉഴുന്നോട അല്ലെങ്കിൽ ബോണ്ട മാതിരി ഉണ്ടാക്കാം വെറുതെ സ്പൂണിൽ. ഇതാവുമ്പോൾ നല്ല എളുപ്പമാട്ടോ. ഇതുമാതിരി ചെയ്യാൻ നല്ല എളുപ്പമാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉഴുന്നുവടയുടെ ഓട്ട ഉണ്ടാവണമെന്ന് വല്ല നിയമം ഉണ്ടാ? അറിയാത്തവരട്ടാ. അറിയണവരോട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറയണില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെടുത്ത് ഇങ്ങോട്ട് ഇട്ടു കേട്ടോ. ഇത്രയ്ക്ക് പണിയുള്ള ഈ ഉഴുന്നുവട ഉണ്ടാക്കില്ല. ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്തുക, വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കുക. വെള്ളം ഒഴിക്കാണ്ട് അരച്ചാലേ പെട്ടെന്നാവും. ഇപ്പോൾ ഇത് മുഴുവൻ ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഇത് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടോടെ കഴിക്കണം. ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് സൈഡ് ഡിഷായിട്ടായിട്ട് ഉണ്ടാക്കണേ. രസം വടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. രസമുണ്ട് ഇവിടെ. അതുമാതിരി തൈര് വട ഉണ്ടാക്കാം. കുറച്ച് തൈരിൽ ഉപ്പും ഇഞ്ചിയും ഇതൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് ഈ വട അതിൽ ഇട്ടാൽ മതി. തൈര് ഇവിടെ കുറവുള്ള തൈര് വടയ്ക്ക് നിറയെ തൈര് വേണം. ഞാൻ ഇന്ന് രസവട ഉണ്ടാക്കണം. രസം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടുക. അത്രയ്ക്ക് ഇനിയുള്ള രസവട. ചാറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത്തിരി കൂടി ഒഴിക്കാം കേട്ടോ. അത് ഞാൻ ലൈവിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. പക്ഷേ ഇത് കഴിക്കാൻ തുടങ്ങിയാലേ നമ്മളറിയില്ല, അത്ര അധികം കഴിച്ച് പോവും. എണ്ണ കുടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. എണ്ണ ഒഴിച്ച എണ്ണ നമുക്ക് അങ്ങനെ കാണിച്ചു തരാം. ഞാൻ ഒഴിച്ച എണ്ണ അത്രയും അങ്ങോട്ട് കിട്ടും. ബോണ്ട മാതിരി ഉണ്ടാവും. കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കും. ഒരു മണിക്ക് ലൈവ് ഉണ്ട്. അപ്പം ഞാൻ ബാക്കി ലൈവിൽ കാണിക്കാം കേട്ടോ. എനിക്ക് കുറച്ച് പണികളുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് വീഡിയോ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അപ്പോൾ കാണാം. ഇതിവിടെ നല്ല മൊരിഞ്ഞിട്ട് വന്നിട്ട് കേട്ടോ. ഇനി ഇതിവിടെ എണ്ണയിൽ ഇരുന്നിട്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കളർ മാറും കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു തുള്ളി എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, എണ്ണയുടെ അളവ് നോക്കിക്കോ. ഞാൻ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ അതിൽ എടുക്കുന്നുണ്ട്.
9 ഒരേ സമയം ഉണ്ടായി. ഈ കുഴിയൂരിലില്ല വലിപ്പൊക്കെ ഉണ്ടിട്ടത്. ഇത് നമ്മൾ ഉരുട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് അതിലേക്കിടാം. പുറത്ത് ഇപ്പോൾ വേവണത് എടുത്തിട്ട് നല്ല ഈസിയാണ്. ചെറിയ കുട്ടികൾക്ക് കൂടെ ഇത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എണ്ണയുടെ അടുത്ത് കുട്ടികളെന്നെ വിടാൻ പാടില്ല കേട്ടോ. അവരുടെ ശ്രദ്ധ കുറവുള്ളവരെന്നെ ആരേനെയും, കുട്ടികളെന്നല്ല വലിയ ആൾക്കാരായാലും ശ്രദ്ധ കുറവുണ്ടെങ്കിൽ അടുത്തേക്ക് വിടരുത് കേട്ടോ. ദൈവമേ, വലിയ ആൾക്കാരായാലും ശ്രദ്ധ കുറവുള്ളവരാണെങ്കിൽ എണ്ണയുടെ അടുത്തേക്ക് വിട്ട് വലിയ ആപത്ത് വരുത്തിക്കല്ല. പക്ഷെ ഇത് പിന്നെ കുഴപ്പമില്ല. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല, ഒന്നും ചെയ്യില്ല. എല്ലാവരും ഇവിടെ കുഴിയൂർലി ഉണ്ടാവില്ലോ നോൺ സ്റ്റിക്കിൻ്റെ, എല്ലാവരുടെ വീട്ടിൽ അതിലിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കൈ ചൂടണ തീരെ നിയമമൊന്നുമില്ല. ഇതിന് ഓട്ടയില്ലെങ്കിൽ എന്താ കഴിക്കാൻ പറ്റും. അത് എണ്ണ കുടിക്കാണ്ടിരിക്കാനാണ് അത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ എണ്ണയിൽ, ചൂടുള്ള നല്ല എണ്ണയിൽ ഇടുക. ചൂടുള്ള എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ തുള്ളി പോലെ എണ്ണ കുടിക്കില്ല. ഞാൻ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് ഇതിൽ. ഇത്ര എണ്ണ തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ ഉഴുന്നുവട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ടേസ്റ്റിൻ്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ബോണ്ട മാതിരി ഉണ്ടാവുന്നു മാത്രം. ബോണ്ട മാതിരി ഉണ്ടായി എന്താ, ഉള്ളൊക്കെ നല്ല വെന്തത് കുഴിയപ്പുരുളിയിലല്ല ഉണ്ടാക്കിയത്. നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി കഴിക്കുക. സൂപ്പറാണ്ട് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഓക്കെ, ഞാൻ പോട്ടെ. അടുത്ത പണി ചെയ്യാണ്ടല്ലോ. വീഡിയോയുടെ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്താൻ പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.